നമസ്കാരം. ദക്ഷിണ കൊറിയയിൽ 179 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ലാൻഡിംഗ് ഗിയറിന്റെ തകരാറാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പിക്കൽ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല. മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്ക ഒരു നിർണായകമായിട്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നു. ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പരിശോധന നടത്താൻ വേണ്ടി അമേരിക്കയുടെ ഒരു സംഘം സ്ഥലത്തേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷികൾ ഇടിച്ചതാണോ അപകട കാരണം എന്നതും പരിശോധിച്ച് വരികയാണ്. മോശം കാലാവസ്ഥയും അപകട കാരണമായി എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങി എന്ന് യാത്രക്കാരൻ ബന്ധുവിന് സന്ദേശം അയച്ചതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ അമേരിക്ക നിയോഗിച്ചിരിക്കുകയാണ്. വിശദമായ ഒരു അന്വേഷണം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത്. 179 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു വിമാന ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ദക്ഷിണ കൊറിയയെ നടുക്കിയ വിമാന ദുരന്തം ഉണ്ടായത്. 181 യാത്രക്കാരിൽ 2 പേർ മാത്രമായിരുന്നു ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരും വിമാനത്തിലെ ജീവനക്കാരാണ്. ലാൻഡിംഗ് ഗിയറിനുണ്ടായ തകരാർ മൂലം ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിച്ചുവെങ്കിലും വേണ്ട രീതിയിൽ ഇത് ബലവത്തായില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. വ്യോമപാതയിലെ പക്ഷികളുടെ സാന്നിധ്യം സംബന്ധിച്ച് കൺട്രോൾ ടവറിൽ നിന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് സന്ദേശം പൈലറ്റുമാർക്ക് നൽകുകയും ചെയ്തിരുന്നു. ബാങ്കോക്കിൽ നിന്ന് യാത്ര തിരിച്ച ജെജു എയറിന്റെ ബോയിങ് വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം രാവിലെ 9:07 ഈ അപകടം സംഭവിച്ചത്. വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ 175 യാത്രക്കാരും 6 ജീവനക്കാരുമായിരുന്നു. 175 യാത്രക്കാരിൽ 173 പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും 2 പേർ തായ്ലൻഡ് സ്വദേശികളുമായിരുന്നു. അപകടത്തിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് എയർലൈൻസ് അധികൃതർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്നാണ് അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ നടുക്കിയ ഒരു വിമാന ദുരന്തം, വലിയൊരു വിമാന ദുരന്തം തന്നെയായിരുന്നു. സംഭവത്തിൽ എന്തായാലും ദക്ഷിണ കൊറിയയിൽ 7 ദിവസത്തെ ദുഃഖാചരണ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരവധി ലോക നേതാക്കളാണ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഒരു പ്രത്യേക സംഘം എങ്ങനെയാണ് ഈ വിമാന അപകടം ഉണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും പഠിക്കുവാനായി ദക്ഷിണ കൊറിയയിലേക്ക് എത്തുന്നത്.